എന്നാൽ കഴിഞ്ഞ കാലയളവിലൊക്കെ ആയിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാടിന്റെ ജനാധിപത്യ ധ്വംസകരായി മാറിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഭരണകർത്താക്കളെയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ നാട്ടികയ്ക്ക് പറയുവാനായിരിക്കും ഈ കേരളത്തിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ നാട്ടികയ്ക്ക് ഈ മണ്ണിനാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ശക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനുണ്ടായിരിക്കുക. ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ട വിലക്കയറ്റവും, നമ്മൾ കണ്ട കറണ്ട് ചാർജ് വർധനയും, നമ്മൾ കണ്ട വെള്ളക്കര വർധനയും, നമ്മൾ കണ്ട രജിസ്ട്രേഷൻ വകുപ്പിലുള്ള വിലവർധനകളും കോർട്ട് ഫീയിലുള്ള വിലവർധനകളും ഒക്കെ ഈ ഫീസുകളെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരന് ജീവിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തെ സൃഷ്ടിച്ചെടുത്ത ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. കഴിഞ്ഞ 10 വർഷക്കാലങ്ങളിലെ ഭരണത്തിൽ വലിയ 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 വിമർശനങ്ങൾ ചോദിച്ചപ്പോൾ ആ വിമർശനങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്ന ഡോക്ടർ ടി.എം. തോമസ് ഐസക്, നമുക്കൊക്കെയും അറിയാം, ഈ കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ നേതാവായി ഇടതുപക്ഷത്തിന്റെ മുഖമായി നിൽക്കുന്ന ഡോക്ടർ ടി.എം. തോമസ് ഐസക് എന്ന് പറയുന്ന മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, തുടർഭരണം ഉണ്ടാകുമ്പോൾ അപജയമുണ്ടാവുക സ്വാഭാവികമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഉറപ്പു തരുന്നു, ഇനിയൊരു അപജയം ഉണ്ടാകുവാൻ, ഒരു തുടർഭരണം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പാണ് നമുക്കൊക്കെയും പറയുവാനുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിൽ എന്ത് ലഭിച്ചു സ്ത്രീകൾക്ക്, എന്ത് ലഭിച്ചു യുവാക്കൾക്ക്, എന്ത് ലഭിച്ചു കുട്ടികൾക്ക്, എന്ത് ലഭിച്ചു ഈ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, എന്ത് ലഭിച്ചു ആരോഗ്യ മേഖലയ്ക്ക്, എന്ത് ലഭിച്ചു ഒരു നാടിന്റെ നിയമനിർമ്മാണ സംവിധാനത്തിന്, എന്ത് സംഭവിച്ചു ആഭ്യന്തര വകുപ്പിന്റെ കൊള്ളരുതായ്മയ്ക്ക്? ഈ ചോദ്യങ്ങൾക്കൊള്ളും തന്നെ സ്വാഭാവികമായും ഒരു മറുപടിയും പറയാനില്ലാതെ ജനാധിപത്യ വിരുദ്ധമായി കടക്ക് പുറത്ത് എന്നും വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നും പറയുന്ന മറുപടികളിലൂടെ സാധാരണക്കാരെ, ജനാധിപത്യ വിശ്വാസികളെ, നിഷ്പക്ഷരായ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നവരെ നിശബ്ദരാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വീട്ടിൽ പോയി ഇരിക്കുവാൻ തന്നെ 2026 ഏപ്രിൽ മാസം 9-ാം തീയതി ഈ കേരളത്തിന്റെ ജനത അവരോട് പറയുക തന്നെ ചെയ്യും. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ജനകീയനായ ജനപ്രതിനിധിയാണ് വേണ്ടത്. നമ്മുടെ നാടിന് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു ജനപ്രതിനിധിയാണ് വേണ്ടത്. നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ നാടിന്റെ വികസനത്തിനായിട്ട് കോടാനുകോടി രൂപ ഒരു MLA-യുടെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ അത് സ്വന്തം കീശയും സ്വന്തം കുടുംബവും വികസിപ്പിക്കുവാനായിട്ടല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് ഈ നാടിന്റെ പോരായ്മകളെ എല്ലാം തിരിച്ചറിഞ്ഞ് ഈ നാട്, ഈ ജനങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ അർഹിക്കുന്ന വികസനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന CPI, എന്റെ കൂടി മുൻ പാർട്ടിയായിരുന്ന, കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധിയായിരുന്ന CPI-യെ പ്രതിനിധീകരിച്ചിരുന്ന എനിക്ക് ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നത് 1000 രൂപയുടെയോ 10,000-ന്റെയോ ലക്ഷത്തിന്റെയോ ലക്ഷങ്ങളുടെയോ കോടിയുടെയോ കണക്കല്ല, കോടികളുടെ അഴിമതി ചൂണ്ടിക്കാണിച്ച് ഞാൻ കൊടുത്ത പരാതിയിൽ പത്തനംതിട്ട ജില്ലയിലെ ഒരു അഴിമതിക്കാരനായ ജില്ലാ സെക്രട്ടറിയെ തരം താഴ്ത്തേണ്ട, സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കേണ്ട, ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ട സാഹചര്യം CPI-യുടെ സംസ്ഥാന കൌൺസിലിനുണ്ടായി. എന്നാൽ അത്തരത്തിൽ അഴിമതിക്കാരനായ ഒരു നേതാവിനെ പിന്നീട് ആ പാതാരവിന്ദങ്ങളിലെ ചെരുപ്പുകൾ എടുത്തുകൊണ്ട് ആ ജില്ലാ സെക്രട്ടറി കസേരയിൽ വെച്ചുകൊണ്ട് പകരം ജില്ലാ സെക്രട്ടറിമാർ മാറി മാറി വന്നപ്പോ എനിക്ക് അനുഭവിക്കേണ്ടത് പാർട്ടി മെമ്പർഷിപ്പ് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് ബിനോയ് വിശ്വത്തോട് ഈ വിഷയം നേരിട്ട് പറയുമ്പോൾ, ഈ പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഒരു സത്യസന്ധമായ പരാതി കൊടുത്തതിന്റെ പേരിൽ, ഒരു അഴിമതിക്കാരനെ പുറത്താക്കിയതിന്റെ പേരിൽ ആ പരാതി കൊടുത്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് ജനപ്രതിനിധി കൂടിയായ AIVF എന്ന് പറയുന്ന യുവജന സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ, ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് നിഷേധിക്കുന്നു എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോട് പറയുമ്പോൾ എന്നോട് പറഞ്ഞത്, ഒന്നും ചെയ്യാനില്ല, ഞാൻ നിസ്സഹായനാണ് എന്നാണ്. അതായത് അഴിമതിക്ക് കൂട്ടുപിടിക്കുന്നവർക്കല്ലാതെ, അഴിമതിക്ക് കരം കൊടുക്കുന്നവർക്കല്ലാതെ, അഴിമതിയുടെ കൈ പിടിക്കുന്നവർക്ക് മാത്രമേ എന്റെ കരങ്ങളുടെ ശക്തമായ പിൻബലം ഉണ്ടാവുകയുള്ളൂ എന്ന് മുഖത്തു നോക്കി പറയുവാൻ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിഞ്ഞുവെങ്കിൽ ഈ മണ്ണ്, ഈ നാട്ടികയുടെ മണ്ണ് പറയുന്നുണ്ട് CPI-യുടെ അഴിമതിയുടെ ചരിത്രം എന്താണ് എന്ന്. കേരള രാഷ്ട്രീയത്തിലെ ആട്ടുംതോലിട്ട ചെന്നായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് CPM-നെ വിമർശിച്ചുകൊണ്ട് CPI കാട്ടിക്കൂട്ടുന്നതെയും അഴിമതിയാണ് എന്ന് വിളിച്ചു പറയുവാൻ ഈ കേരളത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ജനപ്രതിനിധികൾക്കും CPI-യുടെ സഹയാത്രികർക്കും മൗനമായി അനുവാദം കൊടുക്കേണ്ട സാഹചര്യം CPI-യുടെ നേതൃത്വത്തിന് പോലും പലപ്പോഴും ഉണ്ടായി വരുന്നുണ്ട്. ഒരു നാടിനെ അഴിമതി നിർമുക്തമാക്കുക എന്ന് വെച്ചാൽ ആ നാട്ടിലെ അഴിമതിക്കാരായ ജനപ്രതിനിധികളെ, അഴിമതിക്കാരായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നവരെ, അഴിമതിക്കാരായ മുന്നണിയെ പുറത്താക്കുക എന്നുകൂടിയാണ്. അതുകൊണ്ട് ഈ മണ്ണ്, ഈ നാട്ടികയുടെ മണ്ണ് അഴിമതി വിരുദ്ധമായ ജനാധിപത്യ സംരക്ഷകരായ അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിനെ പോലെ ജനാധിപത്യ വിശ്വാസിയായ, ജനകീയനായ, ജനങ്ങൾക്കൊപ്പം ചിരിച്ചും കളിച്ചും കൈകൊടുത്തും നിൽക്കുകയും ജനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും ജനങ്ങൾക്കൊപ്പം അഴിമതി വിരുദ്ധമായ നിലപാടെടുക്കുകയും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി സ്വന്തം ജീവിതവും ജീവിത സൗഖ്യങ്ങളും അങ്ങോട്ട് മാറ്റിവെച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും ജനകീയനായ, സാധാരണക്കാരനായ നിങ്ങളിൽ ഒരുവനായ അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിനെയാണ് ഈ നാട് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കേണ്ടത്.